Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 8 English Unit 1 A Long Walk with Granny Part 2. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലുള്ള എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്തിൻ്റെ 2ാം ഭാഗമാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് കമൻ്റായിട്ട് പിന്നെയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗമാണ്. ആ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത് മണിയും ഗ്രാനിയും കൂടെ ഗ്രാനിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മുസോറിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് ബസ്സിൽ പോകുന്ന ആ ഒരു പാർട്ടിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു ബസ്സിൻ്റെ കണ്ടീഷനൊക്കെ വളരെ പൊട്ടിപ്പൊളഞ്ഞ ഒരു ബസ്സായിരുന്നു എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു പാരഗ്രാഫാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. The driver drove at some speed and whenever he went round a bend, everyone in the bus was thrown about. അപ്പോൾ ഡ്രൈവർ എങ്ങനെയാണ് ഓടിക്കുന്നത്? ഒരു കുറച്ചൊക്കെ സ്പീഡിലാണ്. അപ്പം എപ്പോഴൊക്കെയാണോ ഡ്രൈവർ ആ വളവ് തിരിയുന്നത് അപ്പോഴൊക്കെ ബസ്സിലിരുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ടേക്ക് ചെന്ന് വീഴുന്നുണ്ട്. In spite of all this noise and confusion, Granny fell asleep, her head resting against Mani's shoulder. അപ്പോൾ ഈ ഒരു ബസ്സിലുള്ള ബഹളത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും ഒക്കെ ഇടയിലും ഗ്രാനി എന്ത് ചെയ്യാണ്? ഗ്രാനി നന്നായിട്ട് ഉറങ്ങുകയാണ്. എവിടെയാണ് ഗ്രാനി ഉറങ്ങുന്നത്? മണിയുടെ ഷോൾഡറിൽ തല വെച്ചിട്ട് ഗ്രാനി അവിടെ ഉറങ്ങുകയാണ്. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹാൾട്ട്. അപ്പോൾ പെട്ടെന്ന് ബസ് എന്ത് സംഭവിച്ചു? നമ്മൾ ഈ പൊടിയൊക്കെ പൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടില്ലേ, അതാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ആ ഒരു സൗണ്ടോട് കൂടി പെട്ടെന്ന് ബസ് നിന്നു. പീപ്പിൾ വെയർ ത്രോൺ ഫോർവേഡ് ഇൻ ദർ സീറ്റ്സ്. അപ്പോൾ പെട്ടെന്ന് നമുക്കറിയാം സഡൻ ബ്രേക്കിൽ നമ്മളൊക്കെ എന്താവും? ബസ്സിന്ന് മുന്നോട്ടേക്ക് വല്ലാതെ വീഴുന്ന പോലെ ആഞ്ഞു പോകും അല്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ സീറ്റിൽ നിന്നും മുന്നോട്ടേക്ക് ആഞ്ഞു വന്നു. വാട്ട്സ് ഹാപ്പണിങ്? ഗ്രാനി ആസ്റ്റ്. ഹാവ് വി അറൈവ്ഡ്? അപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഗ്രാനി എന്ത് ചോദിക്കുകയാണ്? എന്താ സംഭവിച്ചത്? നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയോ? നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സെറ്റ് മണി. അപ്പം മണി എന്തു പറഞ്ഞു? ഇല്ല, നമ്മൾ സ്ഥലത്തെത്തിയിട്ടില്ല, എന്തോ ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു സംഭവം കാരണം റോഡിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് മണി പറഞ്ഞു. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് exclaimed someone and all the passengers put their heads on of the windows to take a look. അപ്പോൾ ബസ്സിലിരുന്ന ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അത് മണ്ണിടിച്ചലാണ്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും എന്ത് ചെയ്തു? ആ വിൻഡോയിലൂടെ തല പുറത്തേക്കിട്ട് നോക്കി. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അപ്പോൾ അത് വളരെ വലിയൊരു മണ്ണിടിച്ചിലായിരുന്നു. എർത്ത്, trees and bushes had given way and come crashing down, completely blocking the road. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം തന്നെ എന്താ പറയുക, തല കീഴ്മേലായി മറിഞ്ഞതുപോലെ മറിഞ്ഞ് ആ റോഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണുള്ളത്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്, ഡബ്രിസ് വാസ് പ്രനൗൺസ് ഓൺലി ഡബ്രി. ഓക്കെ, ഡബ്രി വാസ് സ്റ്റിൽ ഫോളിങ്. അപ്പോൾ അവിടെ എല്ലാം വീണ് കഴിഞ്ഞു, എന്നിട്ടും ബാക്കി ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ പോലും ഒരുവിധം വീണ് കഴിഞ്ഞ് അതിന് ശേഷം ഉണ്ടാകുന്ന ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ പോലും എന്ത് ചെയ്യാണ്? വീണുകൊണ്ടിരിക്കുകയാണ്. ഡബ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ അവശിഷ്ടങ്ങൾ കേട്ടോ. മണി സോ റോക്സ് ഹേർട്ടിങ് ഡൗൺ ദ ഹിൽ ഇൻ ടു ദ റിവർ. മണി എന്ത് കണ്ടു? പാറക്കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ആ പാറക്കഷ്ണങ്ങളൊക്കെ ആ കുന്നിൽ മുകളിൽ നിന്നൊക്കെ വന്ന് വീണ് അവിടെയുള്ള പുഴയിലേക്ക് പതിക്കുകയാണ്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി ഹു വുഡ്ന്റ് സീ എ തിങ്.
അപ്പോൾ ഗ്രാനി അതിന് മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളും നല്ല ഉറക്കിലായിരുന്നു അല്ലേ. അപ്പം ബസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളോ അവിടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്രാനി എന്താണ് ഇവിടെ പറയുന്നത്, നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്. ബസ് നിർത്താൻ പറ്റിയ ഒരു സ്യൂട്ടബിളായ സ്ഥലമൊന്നല്ല ഇത്. അപ്പം ഡ്രൈവർ ബസ് നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, ലാൻഡ് സ്ലൈഡ് ആണല്ലേ. അപ്പോൾ ഗ്രാനി അതൊന്നും അറിയുന്നില്ല. ഗ്രാനിക്ക് ആ പരിസരം കണ്ടപ്പോൾ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഗ്രാനി എന്ത് പറയാണ്, ബസ് നിർത്താനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ഒന്നും അല്ല ഇത്. ഈവൻ ആസ് ഷീ സ്പോക്ക് a shower of stone and small rocks came clattering down on the roof of the bus. അപ്പോൾ ഗ്രാനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു, കല്ലിൻ്റെ ഒരു മഴ, ഷവർ ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ലിൻ്റെ ഒരു മഴ പോലെ ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ ആ ബസ്സിൻ്റെ മുകളിലേക്ക് ചെതറി വീണു. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. അപ്പോൾ ബസ്സിൻ്റെ മുകളിൽ പാറക്കഷ്ണങ്ങൾ വന്ന് വീണപ്പോൾ ബസ്സിലുള്ള യാത്രക്കാരൊക്കെ എന്ത് ചെയ്തു, അലറി വിളിച്ചു. The driver began reversing as more rocks came crashing down. അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്തു, വേഗം ബസ് റിവേഴ്സ് എടുത്തു അല്ലെ, ബാക്ക് എടുത്തു. The driver began reversing as more rocks came crashing down. കുറേ കല്ലുകൾ വന്ന് വീഴുമ്പോഴേക്കും ഡ്രൈവർ എന്ത് ചെയ്തു, ബസ് റിവേഴ്സ് എടുത്തു, ബാക്ക് എടുത്തു. I never did trust motor roads, സെഡ് ഗ്രാനി. അപ്പം ഗ്രാനി പറയാം, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതേപോലെ മോട്ടോർ വാഹനങ്ങൾ പോകുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു വിശ്വാസവും ഞാൻ കൊടുക്കുന്നില്ല. അതായത് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രാനി പറയുന്നത്. The driver kept backing until they were away from the landslide. അപ്പോൾ ഡ്രൈവർ എന്ത് ചെയ്തു, ആ ലാൻഡ് സ്ലൈഡിൽ നിന്നും കുറേ ബാക്കിൽ എത്തുന്നത് വരെ, അതായത് അതിൻ്റെ കുറേ ദൂരേക്ക് എത്തുന്നത് വരെ ബസ് പിറകോട്ടെടുത്തു. Then everyone tumbled out of the bus. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്, ബസ്സിൽ നിന്നും കുതറി ഓടി. ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ് എന്ന് പറഞ്ഞാൽ ബസ് അങ്ങനെ കുറച്ച് ദൂരേക്ക് നിർത്തി ഉടനെ തന്നെ അവിടേക്കും ഇനി മണ്ണിടിച്ചിലുണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും അവരവരുടെ ജീവനും കൊണ്ട് ബസ്സിൽ നിന്നും കുതറി ഓടി. They could tell it would take days to clear the road. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, അവിടെ നിന്ന് എന്ത് പറയുന്നുണ്ടായിരുന്നു, ബസ് ഇനി ആ ഒരു റോഡ് ക്ലിയർ ആവണമെങ്കിൽ എന്ത് ചെയ്യും, സമയമെടുക്കും. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പോൾ കുറേ പാസഞ്ചേഴ്സും എന്ത് തീരുമാനിച്ചു, ആ ബസ് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് അല്ലേ, ആ ബസ് തന്നെ തിരിച്ച് എങ്ങോട്ടേക്ക് പോവാം, നൈനിലേക്ക് പോവാം. നൈനിൽ നിന്നും മുസോറിയിലേക്ക് പുറപ്പെട്ട ബസ്സാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും മുസോറിയിലേക്ക് പോവാതെ നൈനിലേക്ക് തന്നെ തിരിച്ചു പോവാം എന്നുള്ള രീതിയിലുള്ള തീരുമാനമെടുത്തു. But a few bold spirit agreed to walk to Mussoorie, taking a shortcut up the mountain which would bypass the landslide. അപ്പോൾ കുറച്ച് നല്ല ധൈര്യമുള്ള ആൾക്കാർ എന്ത് തീരുമാനിച്ചു, മുസോറിയിലേക്ക് നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ആ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ അതിലെ ബൈപ്പാസിലേക്ക് കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നടന്ന് മുസോറിയിലെത്താൻ പറ്റും. അപ്പോൾ കുറച്ച് ആൾക്കാർ നടന്നിട്ട് മുസോറിയിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി, ഷാൽ വി ഗോ ബാക്ക്? അപ്പം മണി എന്ത് ചെയ്തു, നമ്മുടെ ഗ്രാനിയോട് ചോദിച്ചു, നമുക്കും തിരിച്ചു പോയാലോ, ആ ബസ് തിരിച്ച് എവിടേക്ക് പോവാണ്, നൈനിലേക്ക് പോവാണ്, ആ ബസ് തന്നെ നമുക്കും തിരിച്ചു പോയാലോ. ഇറ്റ്സ് ഓൺലി 10 miles, സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. അപ്പം നമ്മുടെ ഗ്രാനി എന്താ പറയുന്നത്, ഇനി ഇവിടുന്ന് മുസോറിയിലേക്ക് വെറും 10 മൈൽ ദൂരേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ ഇന്നലെ കുറേ നടന്നതാണല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ 10 മൈൽ ദൂരേ ഉള്ളൂ. So they started climbing a narrow path, and by the time they got to the top of the mountain, Granny and Mani were on their own. അപ്പോൾ അവർ നടക്കാൻ വേണ്ടി തുടങ്ങി. ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് കൂടി അവർ ആ മൗണ്ടനിലൂടെ നടക്കുകയാണ്. അപ്പോൾ മൗണ്ടൻ്റെ ടോപ്പിലേക്ക് അവരെത്തിയപ്പോഴേക്കും ഗ്രാനിയും മണിയും മാത്രമാണ് ഉള്ളത്. Their village was hidden by the range to the north. അപ്പോൾ അവരുടെ വില്ലേജ്, അതായത് അവർ പുറപ്പെട്ട ആ ഒരു സ്ഥലം നൈനാണെങ്കിൽ എവിടെയാണ്, ആ ഒരു റേഞ്ച്, ആ മല കാരണം മറഞ്ഞിട്ടാണുള്ളത്. ഫോർ ബിലോ റഷ് ദ റിവർ, അതിൻ്റെ താഴെയാണെങ്കിൽ റിവർ നല്ല കുത്തി ഒഴുകുന്നുണ്ട്. ഫാർ എബോവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ, അങ്ങ് ദൂരെയാണെങ്കിൽ നല്ല സ്വർണ്ണ നിറമുള്ള ഒരു ഈഗിളും. ഇതൊക്കെയാണ് ഇവർക്ക് ആ കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ കാണാൻ കഴിയുന്നത്. Do you bring any food from uncle's house? asked Mani. അപ്പോൾ മണി മുത്തശ്ശിയോട് എന്ത് ചോദിച്ചു, അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? Naturally, said Granny. I know you would soon be hungry. There are pakoras and buns and peaches from uncle's garden.
അപ്പോഴെന്താണ് പറഞ്ഞത്? അപ്പം തന്നെ മുത്തശ്ശി എന്ത് മറുപടി പറഞ്ഞു? നാച്ചുറലി, സ്വാഭാവികം. അതായത് എന്തായാലും ഞാൻ എടുക്കുന്നുള്ള രീതിയിൽ. ഐ ന്യൂ യു വുഡ് സൂൺ ബി ഹംഗ്രി. എനിക്കറിയാം എനിക്ക് പെട്ടെന്ന് തന്നെ വിശക്കുന്നുള്ളത് എനിക്കറിയാം. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ്. അപ്പോൾ കഴിക്കാൻ എന്തൊക്കെയുണ്ട്? പക്കോറാസും ബൺസും ഉണ്ട്. പക്കോറ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ഈ പക്വട എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതാണ് ഇവിടെ പക്കോറാസ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ബൺസും ഉണ്ട്. ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. കൂടാതെ പീച്ച് ഫ്രൂട്ട് ഉണ്ടല്ലോ, പീച്ച് ഫ്രൂട്ടും അങ്കിളിൻ്റെ ഗാർഡനിൽ നിന്ന് പറിച്ചിട്ടുണ്ട്. ഗുഡ് സെഡ് മണി ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്. അപ്പം അവൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മറന്നുകൊണ്ട് മണി എന്തു പറഞ്ഞു? നന്നായി. അത് കഴിഞ്ഞിട്ട് വി വിൽ ഈറ്റ് ആസ് വി ഗോ എലോങ്. നമുക്ക് എന്ത് ചെയ്യാം? നടന്നുകൊണ്ട് ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് പോവാം. നടന്ന് ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് പോവാം. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനിയോട് പറഞ്ഞു, ഗ്രാനിക്ക് ടയേർഡ് ആയാൽ, കാരണം ഇപ്പം നമുക്കിത് കഴിച്ചുകൊണ്ട് പോവാം, ഗ്രാനിക്ക് ക്ഷീണം തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നടത്തൊന്ന് നിർത്താം. ഐ ക്യാൻ വോക്ക് ഫോർ എവർ. അപ്പോൾ ഗ്രാനി എന്താണ് മറുപടി പറയുന്നത്? എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും എനിക്ക് നടക്കാൻ പറ്റും. സെഡ് ഗ്രാനി ലാഫിങ്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്. ദിസ് അംബ്രല ഈസ് ലീക്സ് ബാഡ്ലി. അപ്പോൾ എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും എനിക്ക് നടക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ? മഴ പെയ്തിട്ടില്ലെങ്കിൽ. കാരണം എന്താ? ഈ കൊട നന്നായിട്ട് ലീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീക്ക് ചെയ്യുന്ന കൊടയും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഗ്രാനിക്ക്? നടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവും. Down again they went, and up the next mountain, and over bare, window-swept hillsides, and up through a dark, gloomy deodar forest. ഇനി അവർ നടന്നു പോകുന്ന ആ വഴികളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി, അത് കഴിഞ്ഞ് അടുത്ത മലയുടെ കുന്നിൻ്റെ മുകളിലേക്ക് കയറി. ആൻഡ് ഓവർ ബെയർ വിൻഡോ സ്വെപ്റ്റ് ഹിൽസൈഡ്. അപ്പോൾ അവിടെയാണെങ്കിൽ അടുത്ത ആ ഒരു മൗണ്ടൻ്റെ മുകളിൽ കയറുമ്പോൾ അവിടെയാണെങ്കിൽ നല്ല കാറ്റ്, അവിടെ മുഴുവൻ നല്ല കാറ്റാണ്. ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. എന്നിട്ട് പിന്നെ ഏതിലൂടെയാണ് അവർ നടക്കുന്നത്? ഇടതിങ്ങി നിൽക്കുന്ന ഡിയോഡർ കാടിലൂടെ. ഡിയോഡർ മീൻസ് ദേവദാരു മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാട്ടിലൂടെ നടന്നു. ഇവിടെ ഗ്ലൂമി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന എന്നുള്ള അർത്ഥമാണ് നമുക്ക് വരിക. നോർമലി നമ്മൾ ഗ്ലൂമി, മങ്ങിയ എന്നൊക്കെയുള്ള അർത്ഥം നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ഇടതിങ്ങി നിൽക്കുന്ന ഡിയോഡർ ഫോറസ്റ്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മുസോറി ടിംഗ്ലിംഗ് അഹെഡ് ഓഫ് ദം. അങ്ങനെ ആ ഒരു സന്ധ്യാസമയം ഇരുട്ട് വരുമ്പോഴേക്കും അവരെന്ത് കാണുന്നുണ്ട്? ആ മുസോറിയിലുള്ള ആ ലൈറ്റ് അവിടുന്ന് തിളങ്ങുന്നത്, മുസോറി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആ ലൈറ്റ് തിളങ്ങുന്നത് നേരെ മുന്നേ അവർ കാണുന്നുണ്ട്. അവർ നടക്കുന്നതിൻ്റെ മുന്നോട്ടായിട്ട് കാണുന്നുണ്ട്. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. അപ്പോൾ അവർ നടന്ന് ആ ഒരു സ്ഥലത്തിനേക്ക്, ആ ഒരു ലൈറ്റിനേക്ക് അടുത്തെത്തുമ്പോഴേക്കും അവിടെ കൂടുതൽ വെളിച്ചം അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെളിച്ചം കൂടി വരുന്നുണ്ട്. അണ്ടിൽ പ്രസന്റ്ലി ദേ വെർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അങ്ങനെ ഒടുവിൽ അവരിവിടെ എത്തിച്ചേർന്നു. നല്ല വെളിച്ചമൊക്കെയുള്ള ലൈറ്റുകളാൽ നിറഞ്ഞ ഒരു ബസാറിൽ അവർ എത്തി. ബസാർ എന്ന് പറഞ്ഞാൽ ഷോപ്പുകൾ അല്ലേ, മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയും. മാർക്കറ്റിലെത്തി. Jostled in the crowd, Granny kept one hand firmly on Mani's shoulder so that she did not lose him. അപ്പോൾ ആ ജോസൽഡ് മീൻസ് ആ തിക്കും തിരക്കും. അപ്പോൾ ആ ബസാറിലെ ആൾക്കൂട്ടത്തിൻ്റെ തിക്കും തിരക്കും കൊണ്ട് ഗ്രാനി എന്ത് ചെയ്യാണ്? മണിയുടെ ഷോൾഡറിലൂടെ മണിയെ അടുത്ത് തന്നെ പിടിച്ചിരിക്കുകയാണ്. കാരണം എന്താ? ആ തിക്കും തിരക്കിലും മണിയെ അവർക്ക് നഷ്ടപ്പെട്ടുകൂടാ. അപ്പം മണിയെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മണിയെ ഷോൾഡർ വഴി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. They asked around for cheapest hotel, but there were no cheap hotels. അവരെന്ത് ചെയ്തു? വില കുറഞ്ഞ ഹോട്ടൽസ് അന്വേഷിച്ചു അല്ലേ. പക്ഷെ അവിടെ എവിടെയും റേറ്റ് കുറഞ്ഞ ഹോട്ടൽസ് ഉണ്ടായിരുന്നില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള അമ്പലത്തോട് ചേർന്നിട്ടുള്ള ഒരു ധർമ്മശാല, അതായത് താമസിക്കേണ്ട ആൾക്കാർക്ക് നമ്മൾ താമസിക്കാനൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം. അതിന് പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. അമ്പലത്തിനോട് ചേർന്ന് ഇപ്പം അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ തിരിച്ചു പോകാൻ സൗകര്യമില്ലാത്തവർക്കൊക്കെ ഒരു ദിവസം താമസിക്കാനൊക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ള സ്ഥലം, അതിനെയാണ് ധർമ്മശാല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ആ ധർമ്മശാലയിലാണ് അവർ താമസിച്ചത്. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് എ പേഷ്യൻസ്.
അപ്പോൾ അടുത്ത ദിവസം രാവിലെ അവർ ഈ ഹോസ്പിറ്റലിൽ അവിടെ നീണ്ട് നിരന്ന് നിൽക്കുന്ന ആ ഒരു ക്യൂവിൽ വളരെ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു രോഗികളുടെ കൂടെ അവരും പോയി നിന്നു. The eye specialist, a portly man in a suit and tie, dealt with the patients in a brisk but kind manner. അപ്പോൾ ആ ഒരു ഐ ഹോസ്പിറ്റലിലുള്ള ആ ഒരു ഐ സ്പെഷ്യലിസ്റ്റ്, ആ ഒരു കണ്ണിൻ്റെ സ്പെഷ്യൽ ഡോക്ടർ അല്ലേ, അവർ പോട്ട്ലി എന്ന് പറഞ്ഞാൽ കുറച്ച് തടിച്ച ശരീരപ്രകൃതാണ്, നല്ല സ്യൂട്ടും ടൈയൊക്കെ ഇട്ടിട്ടുണ്ട്. അവരാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ക്യുക്ക് ആൻഡ് എനർജറ്റിക്, ബ്രിസ്ക് എന്ന് പറഞ്ഞാൽ ക്യുക്ക് ആൻഡ് എനർജറ്റിക്, വളരെ സ്പീഡിലും നല്ല എനർജറ്റിക് ആയിട്ട് രോഗികളെ പരിശോധിക്കുന്നുണ്ട്. ബട്ട് കൈൻഡ് ഇൻ മാനർ, പക്ഷെ കുറച്ച് ദയൊക്കെയുള്ള കൂട്ടത്തിലാണ്. ആ ഒരു ദയോട് കൂടിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ രോഗികളോട് സംസാരിക്കാനും ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം. ഓക്കെ, ആ ടൈപ്പിലുള്ള ഒരു ഡോക്ടറാണ്. ആഫ്റ്റർ ആൻ അവർ വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. അങ്ങനെ 1 മണിക്കൂർ കാത്തിരുന്നപ്പോൾ അടുത്തത് ഗ്രാനിയുടെ ടേൺ ആയി. അതായത് ഗ്രാനിക്ക് ഡോക്ടറെ കാണാനുള്ള അവസരമായി. ദ ഡോക്ടർ ടുക്ക് വൺ ഹൊറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ് ആൻഡ് ഡ്രോപ്പ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഡോക്ടർ എന്ത് ചെയ്തു, ഗ്രാനിയുടെ ആ ഒരു കണ്ണടയിലേക്ക് ഞെട്ടലോടുകൂടി ഒരു നോട്ടം നോക്കി, അതിനുശേഷം ആ ഗ്ലാസ് എടുത്തിട്ട് ആ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അങ്ങ് ഇട്ടു. Then he fished them out and placed them on his desk and said, "Oh, on second thought, I think I will send them to a museum." അപ്പോൾ അതിനുശേഷം ഫിഷ് ദം ഔട്ട് എന്ന് പറഞ്ഞാൽ ആ കളഞ്ഞ സാധനം വീണ്ടും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഡോക്ടറുടെ ഡെസ്കിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത്, ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഗ്രാനീനെ കളിയാക്കുന്നതാണ്. ആദ്യം വലിച്ചെറിഞ്ഞു അല്ലേ, അപ്പോൾ എന്നിട്ട് പറയാം, രണ്ടാമത് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എന്ത് ചെയ്യുക, ഇത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കാം. നമ്മൾ പൊതുവേ മ്യൂസിയത്തിൽ എന്താ വെക്കുക, പുരാതനമായ സാധനങ്ങളാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത്രയധികം പഴക്കം ഏതിനുണ്ട്, ഗ്രാനിയുടെ ക്ലാസ്സിനുണ്ട്. നമുക്കും അറിയാം 10 വർഷത്തിലധികമായി അല്ലേ ഗ്രാനി ക്ലാസ് മാറ്റിയിട്ട്. അതുകൊണ്ടാണ് ഡോക്ടർ ആ രീതിയിൽ ഗ്രാനിയെ കളിയാക്കിയത്. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിരുന്നു, ഒരുപാട് വർഷം മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ഗ്ലാസ് മാറ്റേണ്ടതായിരുന്നു. They have probably done more harm than good. അതുകൊണ്ട് തന്നെ അത് എന്ത് നിങ്ങൾക്ക് ഉണ്ടാക്കും, ഗുണത്തേക്കാളേറെ ദോഷം നിങ്ങളുടെ കണ്ണിനുണ്ടാക്കും അല്ലേ. നമ്മൾ പറയും കണ്ണട വെക്കുന്നവർ എന്ത് ചെയ്യണം, ആ കണ്ണിൻ്റെ കറക്റ്റ് പവറിനനുസരിച്ച ഗ്ലാസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് എന്താ സംഭവിക്കുക, ഗുണത്തേക്കാളേറെ ദോഷമാണ് നമ്മുടെ കണ്ണിന് ഉണ്ടാവുക. ഹി എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്. ഗ്രാനിയുടെ കണ്ണൊക്കെ പരിശോധിച്ച് എന്നിട്ട് എന്തു പറഞ്ഞു, യുവർ ഐസ് ആർ വെരി വീക്ക് ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. നിങ്ങളുടെ കണ്ണ് നല്ല വീക്കാണ്, ആ ഒരു കാഴ്ചശക്തിയുടെ പവർ അതൊക്കെ വളരെ കുറവാണ്. പക്ഷെ നിങ്ങളങ്ങനെ അന്ധയായി പോകുന്നില്ല, കണ്ണ് കാണാത്തവരായി പോകുന്നില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കണ്ണിന് കണക്കായ നല്ല സ്ട്രോങ്, നന്നായിട്ട് കാണാനൊക്കെ കഴിയുന്ന കണ്ണട നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരാം, അതായത് നിങ്ങൾക്ക് എഴുതി തരാം, ശരിയാക്കി തരാം എന്നൊക്കെ ആര് പറയാണ്, ഡോക്ടർ പറയാണ്. Then he placed her in front of a board covered with letters in English and Hindi, large and small, and asked Granny if she could make them out. അപ്പം നമുക്കറിയാം, കണ്ണ് കാണിക്കാൻ പോയവർക്കൊക്കെ അറിയാം, ആ ഡോക്ടറുടെ മുമ്പിൽ എന്തുണ്ടാവും, ഒരു ബോർഡും ആ ബോർഡിൽ കുറേ ലെറ്റേഴ്സ്, വലുതും ചെറുതുമായ ലെറ്റേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ. അതേപോലെ ഇവിടെ ഗ്രാനിക്കും എന്ത് കാണിച്ചു കൊടുക്കുകയാണ്, ആ ഒരു ബോർഡും ആ ബോർഡിലുള്ള വലുതും ചെറുതുമായ ലെറ്റേഴ്സും അതോടൊപ്പം തന്നെ അതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുള്ളതും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുക ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ ലെറ്റേഴ്സാണ് അല്ലേ, പിന്നെ കുറച്ച് നമ്പേഴ്സും ഉണ്ടാവും. അതുപോലെ ഗ്രാനിക്കും ഇവരെ കാണിച്ചു കൊടുത്തു. എന്നിട്ടോ എൻ്റെ ആസ്ക്ഡ് ഗ്രാനി if she could make them out. എന്നിട്ട് ഗ്രാനിക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചു. I can't even see the board, said Granny. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്, ബോർഡ് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. Well, can you see me? asked the doctor. അപ്പോൾ ഡോക്ടർ എന്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? Some of you, said Granny. അപ്പോൾ ഗ്രാനി എന്ത് പറഞ്ഞു, കുറച്ചൊക്കെ. I want you to see all of me, said the doctor. And he balanced a wire frame on Granny's nose and began trying out different lenses. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു, അങ്ങനെ കുറച്ചൊക്കെ കണ്ടാൽ പോരാ, നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യണം, എന്നെ നന്നായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് അതും പറഞ്ഞ് നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്തു,
ഗ്രാനിക്ക് ഒരു വയറിനെ കൊണ്ടുള്ള ഒരു ഫ്രെയിമും അത് നമ്മുടെ മൂക്കിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ഓരോ ലെൻസസ് ഗ്രാനിക്ക് ശരിക്കും വ്യക്തമായി കാണാൻ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെൻസസ് ഓരോന്നും ഇട്ട് നോക്കി. കണ്ണ് കാണിക്കാൻ പോയവർക്ക് ഞാൻ ഈ പറയുന്ന പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. പാരൻസിൻ്റെ കൂടെയെങ്കിലും പോയവരുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയ പവർ ഏതാന്ന് നോക്കാൻ ഇതേപോലത്തെ ഒരു നമ്മുടെ കണ്ണടയല്ല, അതുപോലത്തെ ഒരു മെറ്റലിനെ കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലാസ് വെച്ച് അതിൻ്റെ അകത്ത് ഓരോ ഗ്ലാസ് ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് നോക്കുക ചെയ്യാം. അപ്പം അതുപോലെ ഇവിടെ ആരെ പരിശോധിച്ചു, ഗ്രാനിയെ പരിശോധിച്ചു. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അപ്പോൾ ഓരോന്ന് മാറ്റി മാറ്റിയിടുമ്പോൾ പെട്ടെന്ന് ഗ്രാനിക്ക് എന്ത് മനസ്സിലാവാൻ തുടങ്ങി, അവിടെയുള്ള ആ ബോർഡ് കാണാൻ തുടങ്ങി. അതിലുള്ള വലിയ വലിയ ലെറ്റേഴ്സും ഗ്രാനിക്ക് കാണുന്നുണ്ട്. ക്യാൻ യു സീ മീ നൗ ആസ്ക് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പം എന്നെ കാണുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് യു സെഡ് ഗ്രാനി. അപ്പം ഗ്രാനി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ, അതായത് നേരത്തെ അപേക്ഷിച്ചിട്ട് അതിനേക്കാളേറെ ഗ്രാനിക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്, ഡോക്ടറെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദെൻ ആഡഡ് ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ ദർ ഈസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. അപ്പോൾ വളരെയധികം നന്ദിയോടുകൂടി ഡോക്ടറോട് ഗ്രാനി എന്ത് പറയാണ്, ദർ ഈസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. അത് നേരത്തേക്കാൾ വളരെയധികം വളരെ നന്നായിട്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡോക്ടറെ കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സെഡ് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, താങ്ക് യു പറഞ്ഞു. എന്നിട്ടോ ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. ഇനി ഒന്ന് തിരിഞ്ഞു നിൽക്ക്, നിങ്ങളുടെ ഗ്രാൻഡ് സൺ ഇനി ഒന്ന് കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. ഗ്രാനി turned and saw money clearly for the first time in many years. അപ്പോൾ ഗ്രാനി തിരിച്ചു നിന്ന് മണിയെ ഒന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് ആ ഒരു കണ്ണിൻ്റെ പവറൊക്കെ ശരിയായിരുന്നപ്പോൾ മണിയെ കണ്ടതല്ലേ. അപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഗ്രാനി മണിയെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത്. മണി ഷീ എക്സ്ക്ലെയിംഡ്. അപ്പം മണിയെ ഒന്ന് വ്യക്തമായി കണ്ടപ്പോൾ തന്നെ ആ ഒരു സന്തോഷം കൊണ്ട് മണീന്ന് ഗ്രാനി ഉറക്കെ വിളിച്ചു. ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. അങ്ങനെ സന്തോഷം കൊണ്ട് കൈകളൊക്കെ കൂട്ടി മുട്ടി. ഹൗ നൈസ് യു ലുക്ക്. നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നു. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. ഞാൻ എത്ര നല്ല ബോയിയാണ്, എത്ര നല്ല കുട്ടിയാണ് ഞാൻ ഈ വളർത്തിക്കൊണ്ട് വന്നത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. നീ എന്ത് ചെയ്യണം, നിന്റെ മുടി മുറിക്കാറായിട്ടുണ്ട്. ആൻഡ് എ വാഷ് ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്. എൻ്റെ നീ കുളിക്കണം, കുറച്ചും കൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് കുളിക്കാനുണ്ട്. പിന്നെയോ നിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇട്. ആൻഡ് ന്യൂ പെയർ ഓഫ് ഷൂസ്. പുതിയ ഷൂസ് വാങ്ങിക്കണം. കം അലോങ് ടു ദ ബസാർ. വാ, ഇനിയിപ്പോൾ നിനക്ക് പുതിയ ഷൂസൊക്കെ വാങ്ങാനുണ്ട്. വാ, എന്നോടൊപ്പം എവിടേക്ക് വാ, മാർക്കറ്റിലേക്ക് വാ എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ആര് പറയാണ്, ഗ്രാനി പറയാണ്. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ്, മണി സേഡ്. അപ്പം മണി ചിരിച്ചുകൊണ്ട് എന്ത് പറയുക, ആദ്യം മുത്തശ്ശി എന്ത് ചെയ്യും, പുതിയ ഗ്ലാസ് ഉണ്ടാക്കുക അല്ലേ, പുതിയ ഗ്ലാസ് വെക്ക്. അതിനുശേഷം ദെൻ വി വിൽ ഗോ ടു ഷോപ്പിംഗ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പിലേക്ക് പോകാം. ഇപ്പം ഡോക്ടർ ജസ്റ്റ് പരിശോധിക്കുന്നേ ഉള്ളൂ ആ കണ്ണടേൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. അതിനുശേഷം എന്ത് വേണം, പുതിയ ഫ്രെയിമും കണ്ണടയൊക്കെ ആക്കേണ്ടതില്ലേ. അതുകൊണ്ടാണ് മണി അങ്ങനെ പറഞ്ഞത്. എ ഡേ ലേറ്റർ ദേ വെയർ ഇൻ എ ബസ് അഗെയിൻ. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് കണ്ണൊക്കെ കാണിച്ച് അവരെവിടേക്ക് വീണ്ടും കയറുകയാണ്, നാട്ടിലേക്ക് ബസ് കയറി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ് ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ. അപ്പോൾ ഗ്രാനി ഇരുന്നത് ആ വിൻഡോൻ്റെ അരികിലുള്ള സീറ്റിലാണ്, തൊട്ടടുത്ത് തന്നെ മണിയും ഇരുന്നു. ഈ ഹാഡ് ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വൂളൻ Tibetan pullover for Mani's father and seeds and bulbs and a cowbell. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പം എന്തൊക്കെയാണോ അവർ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് അതൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. മണിക്ക് പുതിയ ഷൂ വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രാനി പുതിയ അംബ്രല വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ കൂടാതെ അച്ഛന് പറഞ്ഞ ആ ഒരു കമ്പിളിയുടെ പുതപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അവർ സീഡ്സ് വാങ്ങണം, ബൾബ്സ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൗബെല്ല് ഇതൊക്കെ ഇവർ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. പൊതുവെ നമ്മളും അങ്ങനെയാണ്, ഒരു ടൗണിലേക്ക് പോകുമ്പോൾ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. ആ ടൗണിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ വാങ്ങിക്കുക അല്ലേ. അതുപോലെയാണ് ഇവരും ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ആസ് ദ ബസ് മൂവ്ഡ് ഓഫ് ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയം ഗ്രാനിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ നടക്കുമ്പം തന്നെ പുഴയുടെയൊക്കെ സൗണ്ട് കേൾക്കാം, ഇതൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ല, ആ മരങ്ങളോ മറ്റും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാനിക്ക് അതൊന്നും കാണാൻ വല്ല താല്പര്യം ഉണ്ടാവില്ല അല്ലേ. ആ നടക്കുന്ന വഴി മാത്രം കണ്ടാൽ മതിയല്ലോ എന്നൊക്കെയാണ് ഗ്രാനി അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു വിൻഡോ സീറ്റിലിരുന്ന് ബസ് മൂവ് ചെയ്യുമ്പോൾ ഗ്രാനി എന്ത് ചെയ്യാണ്, ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കുക. കാരണം ഇപ്പോൾ ഗ്രാനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഷി കുഡ് സീ മെനി തിങ്സ്
ദാറ്റ് ഷീ ഹാഡ് ഇൻ സീൻ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് കാണാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗ്രാനിക്ക് കാണുന്നുണ്ട്. ആ കാണുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, ദൂരെയുള്ള ഗ്രാമങ്ങൾ, പീപ്പിൾ വർക്കിംഗ് ദ ഫീൽഡ്സ്, പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർ, മിൽക്ക്മെൻ ഓൺ ദ റോഡ്, പാല് കൊണ്ടുപോകുന്ന ആൾക്കാർ റോഡിലുണ്ട്. പിന്നെയോ 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്, ബസ്സിനരികിലൂടെ ആരോടുന്നുണ്ട്? 2 നായകൾ ഓടുന്നുണ്ട്. പിന്നെയോ മങ്കീസ് ഇൻ ദ ട്രീസ്, മരത്തിൽ മങ്കീസ് ഉണ്ട്, കുരങ്ങുകളുണ്ട്. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ എ റെയിൻബോ ഇൻ ദ സ്കൈ. ഇതിനേക്കാളൊക്കെ ഉപരി മനോഹരമായ റെയിൻബോയും ആർക്ക് കാണാൻ കഴിഞ്ഞു? മുത്തശ്ശിക്ക് കാണാൻ കഴിഞ്ഞു. She couldn't see perfectly, of course, but she was very pleased with the improvement. അപ്പോൾ അതൊന്നും ആ ഒരു മഴവില്ല് നമുക്ക് തന്നെ അറിയാം, അത്രയും ദൂരത്തുള്ള ആകാശത്തുള്ളത് നമുക്കത്ര ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് തന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ കാഴ്ചശക്തിയും കൂടെ കുറഞ്ഞ ആൾക്കാർക്ക് അത്രയും അങ്ങോട്ട് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല അല്ലേ. എന്നാലും അത്രയധികം പെർഫെക്റ്റ് ക്ലിയർ ആയിട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഗ്രാനി ഈ കണ്ടതിലൊക്കെ ഈ ഒരു, അതായത് തൻ്റെ കാഴ്ചശക്തിയിലുണ്ടായ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൽ അതിയായി സന്തോഷിച്ചു. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. മണി കുറേ നേരം മുത്തശ്ശിയുടെ ആ ഒരു എക്സൈറ്റോട് കൂടിയുള്ള സംസാരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോട്ട്. പിന്നെ അവൻ്റെ തല പതുക്കെ ആടാൻ തുടങ്ങി. നമുക്ക് ഉറക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതേപോലെ നമ്മുടെ മണിക്ക് അവിടെ ഉറക്ക് വന്നിട്ടുണ്ട്. ഇറ്റ് ഡ്രോപ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ ആൻഡ് റിമെയിൻഡ് ദർ കംഫർട്ടബിളി സപ്പോർട്ടഡ്. അപ്പം പതുക്കെ ഗ്രാനിയുടെ ഷോൾഡറിലേക്ക് ആര് ചാരി? നമ്മുടെ മണി ചാരി. എന്നിട്ട് അവിടെ നല്ല കംഫർട്ടബിളായിട്ട് നല്ല സുഖമായിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ സപ്പോർട്ടിൽ കിടന്നുറങ്ങി. ദ ബസ് സെർവ്ഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വൈൻഡിങ് മൗണ്ടൻ റോഡ്. ആ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്ന ആ ഒരു കുന്നിൻ ചെരുവിലെ റോഡിലൂടെ ബസ് എങ്ങനെയാണ് തിരിയുന്നത്? ബസ് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി തിരിഞ്ഞ് പോവുകയാണ്. ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്. അപ്പോഴും മണി എന്താണ്? നല്ല ആശ്വാസത്തോടെ നമ്മുടെ മുത്തശ്ശിയുടെ ഷോൾഡറിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുത്തശ്ശിയാണല്ലേ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് മണിയുടെ ഷോൾഡറിൽ. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പം നമ്മുടെ മണിയും എന്ത് ചെയ്യാണ്? മുത്തശ്ശിയുടെ ഷോൾഡറിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറി നല്ല ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് വരുന്ന ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആക്ടിവിറ്റീസ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.